ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, മലയാളം കേരള പാഠാവലിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 1.5 മണിക്കൂറാണ് സമയം, 40 മാർക്കുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓരോ ചോദ്യത്തിനും ഉത്തരം ശരിയായ രീതിയിൽ എഴുതിയാൽ 1 മാർക്കാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ 4 മാർക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 ചോദ്യങ്ങളുണ്ട്, 4 മാർക്ക്. ഓക്കെ, ഫസ്റ്റ് ചോദ്യം ഇതാണ്. ചെറുശ്ശേരിയുടെ എരിശ്ശേരിയിൽ ഭക്ഷണമില്ല. ഈ സംഭാഷണ വാക്യത്തിൽ എരിശ്ശേരി എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? എരിശ്ശേരിയിൽ കഷ്ണമില്ല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഓപ്ഷൻ എ ഒരു ഭക്ഷണ പദാർത്ഥം, ഓപ്ഷൻ ബി കൃഷ്ണഗാഥ, ഓപ്ഷൻ സി സദ്യാവട്ടം, ഓപ്ഷൻ ഡി കലങ്ങിയ കഷ്ണങ്ങൾ. ഏതാണ് ഇതിൽ ശരിയായ ഉത്തരം? കൃഷ്ണഗാഥയാണ്. ഉത്തരം എന്താണ്? കൃഷ്ണഗാഥ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. തേവാരിക്കേണമെന്നിച്ച എനിക്ക് നീ പൂവെല്ലാം കൊണ്ട് തായെന്ന് ചൊല്ലും. ഈ വരികളിൽ തേവാരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പൂജിക്കുക, കോരുക, യാത്ര ചെയ്യുക, സമ്മാനിക്കുക. അപ്പോൾ തേവാരിക്കുക അല്ലെങ്കിൽ തേവാരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പൂജിക്കുക എന്നതാണ് അർത്ഥം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. കവിയുടെ കാൽപ്പാടുകൾ എന്ന ഗ്രന്ഥം ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ആത്മകഥയാണ്. പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടങ്ങൾ. ഇനി അടുത്ത ചോദ്യം. വിട്ടുപോയ ഭാഗം പൂർണ്ണമാക്കുക. അന്നം എന്ന പദത്തിന് ആഹാരം എന്നും ഡാഷ് എന്നും അർത്ഥമുണ്ട്. വേറെ അർത്ഥം എന്താണ്? അന്നം എന്ന വാക്കിന് ഭക്ഷണം, ആഹാരം എന്നും അർത്ഥമുണ്ട്. അടുത്തൊരു അർത്ഥം വരുന്നത് അരയന്നമാണ്. ഇനി അടുത്തത്. അപ്പം ആദ്യത്തെ ഭാഗം 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതിയാൽ 4 മാർക്കാണ്. 1 വേർഡ് ചോദ്യങ്ങളാണ്. ഇനി അടുത്തത് 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതണം. ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനും 3 മാർക്കാണ്. അങ്ങനത്തെ 3 ചോദ്യങ്ങൾ നമ്മൾ എഴുതിയാൽ മതി. ഇവിടെ 4 ചോദ്യങ്ങളുണ്ട്. 4 ചോദ്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾ 3 ചോദ്യങ്ങളിൽ ഉത്തരം എഴുതിയാൽ മതി. ചോദ്യം ഇതാണ്. ലോകത്തെ നയിക്കുന്നവരോട് മലാലയ്ക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ്? വ്യക്തമാക്കുക. എന്താണ്? മുൻഗണനകൾ മാറ്റിവെച്ച് ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടി നയങ്ങൾ തിരുത്തുക. മുൻഗണനകൾ മാറ്റിവെച്ച് ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടി നയങ്ങൾ തിരുത്തുക. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്ക് മുൻഗണന നൽകുക. ഇതാണ് ലോകത്തെ നയിക്കുന്നവർ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. രവി കൂമൻകാവിൻ്റെ ചിത്രം ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. എന്തായിരുന്നു ആ ചിത്രം? വ്യക്തമാക്കുക. എന്താണ് രവി കൂമൻകാവിൻ്റെ ചിത്രം ഉൾക്കൊള്ളാൻ ശ്രമിച്ചത്? ആ ചിത്രം എന്തായിരുന്നു? തേക്കിൻ കുറ്റികൾ 4-5 എണ്ണം, അതിൻ്റെ മുകളിൽ നിർത്തിയിരിക്കുന്ന ഏറുമാടങ്ങൾ, ഒന്നിൽ സർബത്ത് കച്ചവടം. ഇതൊക്കെയാണ് കൂമൻകാവ്. പിന്നെ ഒരു കുഞ്ഞു മൈതാനം, അവിടെ പാത അവസാനിക്കുന്നു. ഏഴാമത്തെ ചോദ്യം ഇതാണ്. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലാവുന്നു നിത്യനിർമ്മല പൗർണമി. അടിവരയിട്ട വാക്കുകളുടെ ബന്ധം വ്യക്തമാക്കുക. ഇവിടെ അടിവര ഇട്ടിരിക്കുന്നത് പുഞ്ചിരി എന്ന വാക്കിനും അതേപോലെ പൗർണമി എന്ന വാക്കിനുമാണ്. ഇപ്പോൾ പുഞ്ചിരിയും പൗർണമിയും തമ്മിലുള്ള വാക്കുകളുടെ ബന്ധം വ്യക്തമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കവി പുഞ്ചിരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അസൂയയില്ലാത്ത ഒരാളുടെ പ്രകടനം എന്നാണ്. പൗർണമി എന്നതുകൊണ്ട് ഇങ്ങനെ പുഞ്ചിരിക്കണമെങ്കിൽ പകയും വിദ്വേഷവും ഇല്ലാത്ത സമത്വബോധമുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയാവണം ആ മനുഷ്യന് എന്നാണ്. അങ്ങനെയുള്ള ഹൃദയത്തിൽ നിന്ന് മാത്രമേ പൂനിലാവ് ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം. അതായത് ഓരോ ചോദ്യത്തിനും മാർക്ക് എത്രയാണ്? 4 മാർക്കാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന കവിതകൾ വായിക്കുക. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണ് എൻ ആത്മാവിൽ 1000 സൂര്യമണ്ഡലം. അക്കിത്തത്തിൻ്റെ വരികളാണ്. ഇനി പ്രഭാവർമ്മയുടെ വരികളൊന്ന് വായിച്ചു നോക്കാം. എൻ്റെ കയ്യിലെ ഓടത്തിൽ എണ്ണ നിന്ന് തുളുമ്പവേ എണ്ണ വറ്റിക്കെടാൻ പാടില്ലൊരു കൈത്തിരി നാളവും. ഇപ്പോൾ 2 കവിതകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒന്ന് അക്കിത്തത്തിൻ്റെയും ഒന്ന് പ്രഭാവർമ്മയുടെയും. 2 കവിതാ ഭാഗങ്ങളും വായിച്ച് ആശയം താരതമ്യം ചെയ്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ്.
മറ്റുള്ളവരുടെ വേദനയും വിഷമവും ദുഃഖവും കണ്ട് ഒരു കണ്ണുനീർ തുള്ളി ഞാൻ പൊഴിക്കുമ്പോൾ എന്നിൽ 1000 സൂര്യമണ്ഡലങ്ങൾ ഉദിക്കുന്നു. മറ്റുള്ളവരുടെ വേദനയിൽ നാമും സഹതപിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യത്വമുള്ളവരായി മാറുന്നത്. ഇങ്ങനെ അക്കിത്തം നമ്മോട് പറയുമ്പോൾ പ്രഭാവമ പറയുന്നു, എൻ്റെ കയ്യിലെ പാത്രത്തിൽ എണ്ണ നിറഞ്ഞു തുളുമ്പുമ്പോൾ ഒരു കൈത്തിരി നാളവും എണ്ണ വറ്റി കേട്ടുപോകാൻ പാടില്ല. എൻ്റെ വക്കൽ ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാനത്തിൻ്റെയും പാത്രങ്ങളിൽ ആ താല്പര്യങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ താല്പര്യങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇവയൊന്നുമില്ലാതെ ജീവിക്കാൻ നിർവാഹമില്ലാതെ ഒരു മനുഷ്യജീവനും നഷ്ടപ്പെടാൻ പാടില്ല. മറ്റുള്ളവരുടെ ഈ 2 വരികളും ആധുനിക ലോകത്തിൽ വളരെ പ്രസക്തമാണ്. മറ്റുള്ളവരുടെ ജീവിതം സന്തോഷപ്രദമാകുമ്പോഴാണ് നമ്മുടെ ജീവിതവും സുഭിക്ഷമാവുക എന്ന വിശാലമായ ചിന്തയാണ് ഈ വരികൾക്ക് പിന്നിൽ. 9ാമത്തെ ചോദ്യം നോക്കാം. അക്കരെ യൂതി പിടിപ്പിച്ച മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടി വിടർന്നിടും ജീവിതങ്ങൾ. നിമിഷം എന്ന കവിതയിലെ ഈ വരികൾ വ്യക്തമാക്കുന്ന ആശയം എന്ത്? ആസ്വാദനക്കുറിപ്പായി എഴുതുക. ഒരു കാലത്ത് അമ്പരമധ്യം തിളയ്ക്കുന്ന സൂര്യമണ്ഡലത്തിലെ തേജസ്വിയായ സൂര്യൻ തൻ്റെ കത്തിത്തീരലിൻ്റെ ഭാഗമായി തീക്കരിയായി മാറും എന്നിരിക്കട്ടെ. എന്നാൽ സർഗശക്തിയുള്ള ഇവിടുത്തെ മനുഷ്യർ സൂര്യൻ്റെ തീക്കരിക്കട്ടയിൽ നിന്നും മറ്റൊരു തേജോഗോളത്തെ പുനർനിർമ്മിക്കും. അതാണ് അവൻ്റെ ശാസ്ത്രശക്തിയും സർഗശക്തിയും. 10ാമത്തെ ചോദ്യം നോക്കാം. അതിനെല്ലാം കൂടി അയാൾ സ്വസ്ഥമായി ഒറ്റവാക്യത്തിൽ ഉത്തരമോദി. ഞാൻ എൻ്റെ പാട്ടുകളെ പാടൂ, ഇതിനെ ആത്മാവുണ്ടാകൂ. മെഹബൂബിൻ്റെ ഈ അഭിപ്രായത്തിൽ ശക്തി വ്യക്തമാക്കുക. ഒരു പാട്ടുകാരൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് ഈ വാക്കുകളിൽ ധ്വനിക്കുന്നത്. മലയാള സിനിമയിലെ ആദ്യകാലത്തെ ഏറ്റവും പ്രശസ്തനായ പിന്നണി ഗായകൻ മെഹബൂബ് ഖാൻ തൻ്റെ ഗാനങ്ങൾ അത്ര കണ്ട് അഭിമാനിച്ചിരുന്നു എന്ന് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു. സ്വന്തമായി പാട്ടുകൾ വീണ്ടും പാടുമ്പോൾ വർദ്ധിതമായ ആവിഷ്കാര സുഖം പ്രദാനം ചെയ്യാൻ പാട്ടുകാരന് കഴിയും. മറ്റൊരാളുടെ പാട്ട് ആവർത്തനം മാത്രമാണ്. ആ വ്യക്തി പാടിയ പോലെ പാടുന്നു, അത്ര തന്നെ. അതിൽ സ്വതന്ത്രമായി ഒന്നും പാട്ടുകാരന് ചെയ്യാനില്ല. അതുകൊണ്ടാണ് മെഹബൂബ് എവിടെയും സ്വന്തം പാട്ടുകൾ പാടിയിരുന്നത്. ഇനി അടുത്തത്, നിളാതീരത്ത് എന്ന ആത്മകഥ വായിക്കുമ്പോൾ ആസ്വാദകനുണ്ടാകുന്ന അനുഭവതലം വ്യക്തമാക്കി കുറിപ്പെഴുതുക. വയലേലകൾക്കിടയിലൂടെ പതഞ്ഞും സമുദ്രത്തിലേക്കൊഴുകുന്ന ഭാരതപ്പുഴയെ വിശേഷണങ്ങൾ കൊടുത്ത് അവതരിപ്പിക്കുകയാണ് ഇവിടെ. നദീതീരത്ത് നിന്ന് നോക്കിയാൽ നീല നിറമുള്ള ചക്രവാളം കാണാം. മേഘങ്ങൾ നീല നിറത്തിൽ, ദൂരെ നിന്ന് നോക്കിയാൽ കരിങ്കൽ പടവുകൾ തീർത്ത പോലെ ശോഭിക്കുന്ന മലനിരകൾ, തടാകങ്ങൾ, ചടച്ചുപോയ പാടങ്ങൾ, പച്ചപ്പ് കലർന്ന തോട്ടത്തിൽ നിൽക്കുന്ന ഭവനങ്ങൾ. ഇത്രയും പറയാനാണ് കവി ഈ അലങ്കാര ഭാഷ ഉപയോഗിച്ചത്. ഇനി അടുത്ത ചോദ്യം ഒരു പുറത്തിൽ കവിഹാത എഴുതാനാണ്. 7 മാർക്കാണ്. 2 ഓപ്ഷൻസ് ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. മാതൃഭാഷ ജീവഭാഷ എന്ന തലക്കെട്ടിൽ ഒരു മുഖപ്രസംഗം തയ്യാറാക്കുക, അല്ലെങ്കിൽ എൻ്റെ ഭാഷ മലയാളം എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് മാതൃഭാഷയെക്കുറിച്ച് ഒരു മുഖപ്രസംഗം തയ്യാറാക്കാം. ഇന്ന് ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി ലോകമെങ്ങും ആചരിക്കുന്നു. 1999 നവംബർ 17 യുനെസ്കോ ഇങ്ങനെ ഒരു ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്. ചെറുതും വലുതുമായി 6500-ലധികം ഭാഷകൾ ലോകത്തുണ്ട്. ആ ഭാഷകൾ സംസാരിക്കുന്നവർ മാതൃഭാഷയായി ആ ഭാഷകളെ അംഗീകരിക്കുന്നു. അമ്മ കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഏറ്റവും പ്രിയമായത് അവൻ്റെ മാതൃഭാഷ തന്നെയാണ്. കാരണം ആ ഭാഷയിലാണ് അവൻ ആദ്യം അമ്മ എന്ന് വിളിക്കുന്നത്. മഹാകവി വള്ളത്തോൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമ, മർത്യന്, പെൻറ്റമ്മ, ഭാഷതൻ. 56 അക്ഷരമല്ല, 51 അക്ഷരവുമല്ല എൻ്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരവുമല്ല, അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ്. മണ്ണേ എന്ന ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം എന്ന് കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ മലയാളം മാതൃഭാഷയായ നമ്മുടെ അന്തസ്സിനെ ഉയർത്തുന്നു. ഭാഷാ പ്രതിജ്ഞയിൽ മലയാളത്തിൻ്റെ അഭിമാനം MT എഴുതിയ വാക്കുകൾ ഈ ദിനത്തിൽ ഓർക്കുന്നതാണ് നല്ലത്. മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. മാതൃഭാഷാ ദിനത്തെക്കുറിച്ച് എന്ത് പറയുമ്പോഴും എന്തെഴുതുമ്പോഴും MTയുടെ ഈ വാക്കുകൾ ഓർക്കണം. ഭാഷ മലയാളിക്ക് ഭവനമാണെന്നും മലയാളം അവന് സുരക്ഷിതത്വ ബോധം നൽകുമെന്നും MT വ്യക്തമാക്കി.
ഈ ഭാഷാ ദിനത്തിൽ നാം ഓർക്കേണ്ടതാണ്. നമ്മുടെ മാതൃഭാഷയെക്കുറിച്ച് തന്നെയാണ് ബെർണാഡ് ഷാ വ്യക്തമാക്കിയതുപോലെ, ഒരു വ്യക്തി ഏത് ഭാഷ പഠിച്ചാലും ഉപയോഗിച്ചാലും അവൻ ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതും മനോരാജ്യം കാണുന്നതും അവൻ്റെ മാതൃഭാഷയിൽ തന്നെയാണ്. ഇനി നമുക്കൊരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞത്. എൻ്റെ ഭാഷ എൻ്റെ മലയാളം എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കാനാണ്. അപ്പോൾ പ്രസംഗം തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ സദസ്സിനെ അഭിമുഖീകരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, സ്നേഹം നിറഞ്ഞ ടീച്ചർ, എന്നെ നയിക്കുന്ന അധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. ഇന്ന് ഫെബ്രുവരി 21. എന്താണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. ഇന്ന് ലോക മാതൃഭാഷാ ദിനമാണ്. മഹാകവി വള്ളത്തോൾ പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടാകും. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമ മാർത്തേന് പെറ്റമ്മ തൻ ഭാഷതൻ. മാതൃഭാഷയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഇത്രയും ആഴത്തിലും വിശാലതയിലും ചിന്തിച്ച് പൂർത്തീകരിച്ച വരികൾ വേറെ ഇല്ലെന്ന് പറയാം. എന്നാൽ ആധുനികരും മലയാളത്തെക്കുറിച്ച്, സ്വന്തം ഭാഷയെക്കുറിച്ച് നന്നായി എഴുതിയിട്ടുണ്ട്. ONVയും സുഗതകുമാരിയും കുഞ്ഞുണ്ണിയും ഹഷുമൊക്കെ മലയാളത്തെക്കുറിച്ച് നന്നായി പാടിയിട്ടുണ്ട്. മലയാളം നമ്മുടെ ജീവൽ ഭാഷയാണ്. വൈകാരികതയുടെ ഭാഷ, സ്വപ്നത്തിൻ്റെ ഭാഷ, സുചിന്തിതമായ ജീവിതത്തിൻ്റെ ഭാഷ. നമ്മെ നാമാക്കിയത് മാതൃഭാഷയാണെന്ന് മറക്കരുത്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് മുതൽ പലതും ഗ്രഹിച്ചു തുടങ്ങുന്നു. മാതൃഭാഷയാണ് ഏതൊരു വ്യക്തിക്കും ബാല്യത്തിൽ ആദ്യം ഗ്രഹിക്കുന്നത്. നമ്മുടെ ഭാഷയെ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചു കഴിഞ്ഞിട്ടും പലരും പുച്ഛത്തോടെയാണ് മലയാളത്തെ കാണുന്നത്. അത് നാം മാറ്റണം. ഏതു ഭാഷയും നമുക്ക് പഠിക്കാം, പ്രസംഗിക്കാം. എന്നാൽ നമ്മുടെ സംസ്കാരത്തെ പോറ്റി നിർത്തുന്നത് തനത് മാതൃഭാഷയാണെന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മൾ 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരു പുറത്തിൽ കവിയാതെ എഴുതുക. ലാസ്റ്റത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം എപ്പോഴും 7 മാർക്കിനാണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് 5 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ, അപ്പോൾ 27 മാർക്കായി. പിന്നെ നമുക്ക് 3 മാർക്കിൻ്റെ 3 ചോദ്യങ്ങൾ, അപ്പോൾ 27ഉം 9ഉം നമുക്ക് എത്ര മാർക്കായി? 36ആയി. പിന്നെ 1 വേർഡ് ആദ്യത്തെ 4 ചോദ്യങ്ങൾ 4 മാർക്ക്. അപ്പം നമുക്ക് മൊത്തം 40 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ഇനിയും വീണ്ടും കാണാം. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.